Motorola Edge 40 New എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Motorola Edge 40 New എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം IP68 റേറ്റിംഗ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് IP68 റേറ്റിംഗ് ഒന്നും കിട്ടാറില്ല, പക്ഷേ ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പം അത് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള മറ്റൊരു കാര്യം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പം അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യം. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. POLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 10-bit ഡിസ്പ്ലേ ഒക്കെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിലൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 170 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.79 mm ആണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ അതുപോലെ തന്നെ തിക്നെസ് കുറഞ്ഞ ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. ഈ ഫോണിൻ്റെ ബ്ലാക്ക് ബ്യൂട്ടി, കെനൽ ബേ അതുപോലെ തന്നെ സൂത്തിങ് സി എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ വെർഷൻ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ് വരുന്നത്. ബാക്കി 2 വെർഷൻസ് വീഗൻ ലെതർ ബാക്ക് ബോഡിയുമായിട്ടാണ് വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 7030 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള mediatek dimensity 1050 എന്ന പ്രോസസ്സറിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് ഈ ഒരു പ്രോസസ്സർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നോക്കുന്നത്, അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും വേണം എന്നുണ്ടെങ്കിൽ ചില ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇൻഫിനിക്സ് 030 5G എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ mediatek dimensity 8020 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ iQOO Z7 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള mediatek dimensity 7200 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ്സിലോട്ട് വരുന്നില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 13 ബേസ് ആയിട്ടുള്ള MyUX സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OS ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 13 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് തന്നെ മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും വേസ്റ്റ് ആയിട്ടുള്ള 2 മെഗാപിക്സൽ സെൻസേഴ്സൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷൻ്റെ വില വരുന്നത് 25,999 രൂപയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചില ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനീഷ്യലി നമ്മൾ ഈ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും.
അപ്പം ഇനീഷ്യലി നമ്മൾ ഈ ഫോൺ മേടിക്കുമ്പം 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് വളരെ മികച്ച ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. സെപ്റ്റംബർ 28 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 14 ന്യൂ എന്ന സ്മാർട്ട് ഫോണിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. IP60 റേറ്റിംഗിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഓപ്ഷൻ. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ iQOO Z7 Pro അതുപോലെ തന്നെ Infinix Zero 35G എന്നീ ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഈ ഫോണുകളിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ iQOO Z7 Proയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഫോണുകളുടെ കൂടെ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ഫോണുകൾ 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഈ ഫോണിന് ഇനീഷ്യലി ചില ഓഫേഴ്സ് ഉണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 14 ന്യൂ എന്ന സ്മാർട്ട് ഫോൺ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്ഷനാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ 24,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പോൾ ഓപ്ഷൻസിൽ വേറെയും ഫോണുകൾ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. എന്തായാലും മോട്ടറോള എഡ്ജ് 14 ന്യൂ എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.